ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നമ്മൾ 2023-2024 ഇതോടുകൂടി 1979 തൊട്ട് 2024 വരെയുള്ള UPSCയുടെ പൊളിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മോഡേൺ ഹിസ്റ്ററി ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ജോഗ്രഫി, എക്കണോമിക്സ് അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ എസൻസ് വാട്ട് ഡസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ മീൻ? എന്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. കുറച്ച് ഡെപ്തിലുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും ഓർത്തിരിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ചീഫ് പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കണ്ടതാണ്. ഇറ്റ് ഡിഫൈൻസ് ആൻഡ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് ഡിഫൈനും ചെയ്യുന്നുണ്ട്, ലിമിറ്റും ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ്. ഇതിനകത്ത് എത്ര എണ്ണമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, only one ആണ്, only one. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിനകത്ത് വരത്തില്ല. നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അതിനകത്ത് വരും അല്ലെ, ബാക്കി വരത്തില്ല. നാഷണൽ ലോ കമ്മീഷനും അതിനകത്ത് വരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല, only one ആണ്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതിനകത്ത് ഒന്നും കറക്റ്റ് അല്ല. അതായത് നോക്കിക്കാൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. If the election of the President of India is declared void by the Supreme Court of India, all acts done by him or her in the performance of duties of his or her office of president before the date of decision become invalid ആയി പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആർട്ടിക്കിൾ 71(2) പ്രകാരം if the Supreme Court declares the election of a president or a vice president void എന്ന് പ്രഖ്യാപിച്ച any acts done by them in the exercise of their powers and duties before that decision are not invalidated. invalidated ആവോ? ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Election for the post of President of India can be postponed on the ground that some legislative assembly have been dissolved and elections are yet to be take place. ഒരിക്കലും പോസ്റ്റ്പോണ്ട് ചെയ്യത്തില്ല. ഇതും തെറ്റാണ്. അതായത് ഒരു സ്റ്റേറ്റ്, നമുക്കറിയാം പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിലും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് അവിടെ വേണം അല്ലെ. പ്രസിഡന്റിന്റെ ഇലക്ഷന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് വേണം. അപ്പോൾ ഒരു സംസ്ഥാനത്ത് അത് ഇല്ലാന്ന് വിചാരിച്ച് അത് ഒരിക്കലും പോസ്റ്റ്പോണ്ട് ചെയ്യത്തില്ല. അത് എന്താണ്, അത് ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യും. When a bill is presented to the President of India, the Constitution prescribes time limits within which he or she has to declare his or her assent. ടൈം ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ലിമിറ്റ് ഇല്ല. When a bill is presented to the Constitution of India, the Constitution prescribes time limits എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, not prescribe any time limit. ഒരു ടൈം ലിമിറ്റിനെ കുറിച്ചും പറയുന്നില്ല. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. ഒന്നും ശരിയല്ല. With reference to the finance bill and money bill in Indian Parliament, consider the following statements. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് ഉത്തരം വരുന്ന 37ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. നമുക്ക് നോക്കാം. When the Lok Sabha transmit finance bill to the Rajya Sabha, it can amend or reject the bill. നമുക്ക് ഫിനാൻസ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നോക്കാം. ഫിനാൻസ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ബിൽ ഇസ് എ മണി ബിൽ. അതൊരു മണി ബില്ല് തന്നെയാണ്. ദ ഗവൺമെന്റ് സീക്സ് ടു ലെവി ന്യൂ ടാക്സസ്, മേക്ക് ഓൾട്ടർനേഷൻ ഇൻ ദ കറന്റ് ടാക്സ് സ്ട്രക്ചർ, മേക്ക് പ്രപ്പോസൽ ഫോർ ദ കണ്ടിന്യൂസ് ഓഫ് ദ പ്രസന്റ് സ്ട്രക്ചർ. അതായത് ടാക്സിന്റെ സ്ട്രക്ചർ, അതിന്റെ ഓൾട്ടർനേഷൻസോ പുതിയത് എന്തെങ്കിലും കൊണ്ടുവരണോ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫിനാൻസ് ബിൽ എന്ന് പറയുന്നത്. The finance bill is introduced in Lok Sabha. Rajya Sabha can recommend amendments in the bill. However, the bill has to be passed by the parliament within 75 days of introduction. 75 ദിവസത്തിനുള്ളിൽ അത് പാസ് ചെയ്തിരിക്കണം. അതായത് ഫിനാൻസ് ബിൽ എന്ന് പറഞ്ഞാൽ which is a type of money bill can only be introduced in the Lok Sabha. ലോക്സഭയിൽ മാത്രമാണ് പറ്റത്തുള്ളൂ. And request the president's recommendation. The Rajya Sabha can only make recommendations, not reject or
amend it and the Lok Sabha has the final say. കണ്ടോ, അതിന് റിജക്ട് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ ഇല്ല അവകാശം ഇല്ല. When the Lok Sabha transmit finance bill to the Rajya Sabha, it can amend or reject the bill. ഇല്ല, പറ്റത്തില്ല. When the Lok Sabha transmit money bill to the Rajya Sabha, it cannot amend or reject the bill. It can only take recommendations. Correct അല്ലേ? Lok Sabha Rajya Sabhയിലേക്ക് മണി ബില്ല് അയച്ചാൽ അവർക്ക് അമെൻഡ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ഉള്ള അവകാശമില്ല. റെക്കമെൻഡേഷൻസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണുള്ളൂ. അത് തന്നെയാണ് ഫിനാൻസ് ബില്ലിന്റെ കേസിലും. In the case of disagreement between the Lok Sabha and the Rajya Sabha, there is no joining sitting for money bill. മണി ബില്ലിന് വേണ്ടി ഇപ്പൊ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്എഗ്രിമെന്റ് മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ജോയിനിങ് സിറ്റിംഗിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം മണി ബില്ലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭയാണ്. പക്ഷേ ബട്ട് ജോയിനിങ് സിറ്റിംഗ് ബിക്കംസ് നെസസറി ഫോർ ഫിനാൻസ് ബില്ല്. ഫിനാൻസ് ബില്ലാണെങ്കിൽ അവിടെ ജോയിനിങ് സിറ്റിംഗ് വേണം. അപ്പൊ രാജ്യസഭയ്ക്ക് അമെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ എന്താണ് റിജക്ട് ചെയ്യാനോ ഉള്ള അവകാശമില്ല. മണി ബില്ലാണെങ്കിലും ഫിനാൻസ് ബില്ലാണെങ്കിലും അതിന് റെക്കമെൻഡേഷൻസ് വരുത്താനുള്ള അവകാശം മാത്രമാണ് ഉള്ളൂ. പക്ഷെ ഫിനാൻസ് ബില്ല് രണ്ടുപേരുടെ സ്ഥാനത്ത് ഡിസഗ്രിമെന്റ് വന്നാൽ അവിടെ ഒരു ജോയിനിങ് സിറ്റിംഗ് അവിടെ ആവശ്യമാണ്. നോട്ട് ചെയ്യാട്ടോ. ഫിനാൻസ് ബിൽ which deals with the financial matters like taxation and government spending ആണ്. രാജ്യസഭയുടെ റോൾ എന്താണ്? രാജ്യസഭ can review the finance bill and the recommendations, but it cannot reject or amend it. ചെയ്യാൻ പറ്റത്തില്ല. ലോക്സഭയാണ് ഫൈനൽ സേ ഓൺ ദ ഫിനാൻസ് ബിൽ. ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാജ്യസഭ. മണി ബിൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 110 പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഫിനാൻസ് ബില്ലും കണ്ടോ, there is no provision for a joining sitting of parliament to resolve the disagreements over a money bill. കാരണം എന്താണ്? അതിന് ലോക്സഭയുടെ അപ്രൂവൽ മാത്രം മതി. പക്ഷെ ഒരു എന്താണ് ഫിനാൻസ് ബിൽ ആണെങ്കിൽ അതിന് ഇത് വേണം. ഓക്കെ, അപ്പൊ അത് ഓർപ്പനാത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് once the central government notifies an area as a community റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചാൽ ആ ഏരിയയ്ക്ക് വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്, എത്ര സ്റ്റേറ്റ്മെന്റ്സ്, ഹൗ മെനി ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഉത്തരമായിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ 2ഉം 3ഉം കറക്റ്റ് ആണ്, 1ഉം 4ഉം തെറ്റാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയുള്ളൂ. 2ഉം 3ഉം, 2ഉം കറക്റ്റ് ആണ്, 3ഉം കറക്റ്റ് ആണ്. The chief wildlife warden of the state becomes the governing authority of such forest. അത് തെറ്റാണ്. People of such area allowed traditional agriculture practices. ഇല്ല, അവിടെ എല്ലാം ലിമിറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിറ്റി റിസർവിൽ ലിമിറ്റ് ചെയ്യും. ഹണ്ടിങ് അലൗഡ് അല്ല, അത് ശരിയാണ്. People of such area are allowed to collect non-timber forest produce. അത് അവിടെ ശരിയാണ്. 2ഉം 3ഉം ആണ് ഇവിടെ ശരി, 1ഉം 4ഉം തെറ്റാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളൂ. അടുത്തത് വിത്ത് റെഫറൻസ് ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസ് ആയിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്ത് 1ഉം 2ഉം കറക്റ്റ് ആണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാണ് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2, 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. Within a state, the notification of an area scheduled area takes place through an order of the president. ഒരു ഏരിയയുടെ ഷെഡ്യൂൾഡ് ഏരിയ ആക്കണമെങ്കിൽ ആരിലൂടെയാണ് അത് നടക്കുന്നത്? പ്രസിഡന്റിലൂടെയാണ്. The largest administrative unit forming the scheduled area is the district. അവിടെ ഒരു ഷെഡ്യൂൾഡ് ഏരിയ ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആയിരിക്കും. ലോവസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ഇൻ ദ ബ്ലോക്ക്. അങ്ങനെ തന്നെയാണ്. The chief ministers of the concerned state are required to submit annual reports to the Union Home Ministry on the administration of scheduled areas in the states. ആ സ്റ്റേറ്റിലെ ഷെഡ്യൂൾഡ് ഏരിയനെ കുറിച്ചുള്ള റിപ്പോർട്ട് ചീഫ് മിനിസ്റ്റർ അല്ല, ഗവർണർ ആണ്. ആരാണ്? ഗവർണർ ആണ്. പ്രസിഡന്റിനാണ് സമർപ്പിക്കേണ്ടത്. 5th ഷെഡ്യൂൾ പ്രകാരം ഗവർണർ പ്രസിഡന്റിനാണ് സമർപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, അതിനകത്ത് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 244 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ പാർട്ട് 10 ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ട്രൈബൽ ഏരിയാസ് പ്രൊവൈഡിംഗ് ഫോർ സ്പെഷ്യൽ പ്രൊവിഷൻ ത്രൂ 5th and 6th ഷെഡ്യൂൾസ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് held in some judgments
that the reservation policies under Article 16(4) of the Constitution of India would be limited by Article 335 for maintenance of efficiency of administration എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം 16 എന്ന് പറയുമ്പോൾ ഏതാണ്? ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റിനകത്തുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് എലക്ഷൻ ടു ദ പ്രസിഡന്റ് ഇൻ ഇന്ത്യ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. 4ാമത്തെ. ബാക്കി ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA ഓഫ് പുതുച്ചേരി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ബിക്കോസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റീവ് സീറ്റ്സ് ഇൻ പുതുച്ചേരി ഇസ് ഗ്രേറ്റർ ദാൻ ആസ് കമ്പയർഡ് ടു അരുണാചൽ പ്രദേശ്. അതായത് വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA. പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA വരും. അവരുടെ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ, സ്റ്റേറ്റിന്റെ പോപ്പുലേഷനെ നമ്മൾ എലക്റ്റഡ് സീറ്റ്സുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പുതുച്ചേരിയുടെ പോപ്പുലേഷൻ ആണ് അരുണാചൽ പ്രദേശിലെ പോപ്പുലേഷനേക്കാളും കൂടുതൽ. അതുകൊണ്ട് വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA ഓഫ് പുതുച്ചേരി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ആണ്. പക്ഷെ ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. only one. ഉത്തരം ഓപ്ഷൻ എ ആണ്. only one. ആകെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ഈ 4ാമത്തെ മാത്രമാണ് ഇവിടെ ശരിയുള്ളൂ. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. The members nominated to either house of the parliament or the legislative assemblies of states are also eligible to be included in the electoral college. Nominated members പറ്റത്തില്ല. പ്രസിഡന്റിന്റെ ഇലക്ഷന് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും എലക്ടഡ് മെമ്പേഴ്സ്, എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് പറ്റത്തുള്ളൂ. ഹയർ ദ വാല്യൂ ഓഫ് ഇലക്റ്റീവ് അസംബ്ലി സീറ്റ്സ്, ഹയർ ഇസ് ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. നമുക്ക് പറയാൻ പറ്റത്തില്ല. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഈച്ച് MLA ഓഫ് മധ്യപ്രദേശ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കേരള. അതും ഇവിടെ തെറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? 26th നവംബർ ആണ്. അത് കറക്റ്റ് ആണ്. ഓൺ 26th നവംബർ 1949 ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ സെറ്റപ്പ് എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണോ? 1949 നവംബർ 26 ആണോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത്? ഇല്ല. അവരപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ പാർലമെന്റ് മേ അമെൻഡ് എനി പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ്. അതായത് 368 പറയുന്നത് എന്താ? അമെൻമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അമെൻഡ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം വരും. അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ. ഓർത്തിരിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എ മണി ബിൽ ഇൻ ദ പാർലമെന്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 109 മെൻഷൻ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ് കറക്റ്റ്. എ മണി ബിൽ ഷാൽ ഓൾ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ശരിയല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദ രാജ്യസഭ ക്യാൻ ഐദർ അപ്രൂവ് ബിൽ ഓർ സജസ്റ്റ് ചേഞ്ചസ് ബട്ട് കനോട്ട് റിജക്ട് ഇറ്റ്. പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റെക്കമെൻഡേഷൻസ് മാത്രമാണ്. Amendments to a money bill suggested by Lok Sabha have to be accepted by the Amendments to a money bill suggested by Rajya Sabha have to be accepted by the Lok Sabha. ഇല്ലോ, അതിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. How many delimitation commissions have been constituted by the government of India till December 2023 വരെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4. നമ്മളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തതാണ്. The Constitution 71st Amendment Act 1992 amends the 8th schedule to the Constitution to include ഏതൊക്കെ ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്യാൻ 71st Amendment Act 1992? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 ഏതൊക്കെയാണ്? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. 3 മൈഥിലി വരുവോ? ഇല്ല. മൈഥിലി, സന്താലി ഒക്കെ നമ്മളറിയാം, അത് വേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതാണ് വരുന്നത്. ഇത് തെറ്റാണ്. 4ാമത്തത് തെറ്റാണ്. Which one of the following statements are correct about the Constitution of India? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കറക്റ്റ് ആണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് പാർട്ട് 9A ആണ്. പാർട്ട് 9 ആണെങ്കിൽ പഞ്ചായത്ത്, 9A ആണെങ്കിൽ മുനിസിപ്പാലിറ്റീസ്, 9B ആണെങ്കിൽ ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് 3ഉം ശരിയാണ്. നമുക്ക് പാർട്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. പാർട്ട് 1 എന്താ? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. പാർട്ട് 2 സിറ്റിസൺഷിപ്പ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 4
Directive Principles of State Policy. Part 4A, Fundamental Duties. Part 5, the Union. Part 6, the States. Part 7, Union Territories. Part 8, the Scheduled and Tribal Areas. Part 9, the Panchayats. അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞു, സോറി, പാർട്ട് 9. പാർട്ട് 10 അതിനകത്ത് എല്ലാം വരുന്നു. 9A പാർട്ട് 9 9Aയും 9Bയും ഉണ്ട് കേട്ടോ. പാർട്ട് 10 ഏതാണ്? ദ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബ്സ്. പാർട്ട് 11 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. പാർട്ട് 12 ഫിനാൻസ് ആൻഡ് പ്രോപ്പർട്ടി. 13 സർവീസ് അണ്ടർ ദ യൂണിയൻ. 14 സബോർഡിനേറ്റ് കോഡ്സ്. 15 എലക്ഷൻ ചോദിച്ചിരിക്കുന്നതാണ് എക്സാമിന്. 16 സ്പെഷ്യൽ പ്രൊവിഷൻസ്. 17 ഒഫീഷ്യൽ ലാംഗ്വേജസ് ചോദിച്ചിരിക്കുന്നതാണ്. 18 എമർജൻസി. 19 മിസ്ലേനിയസ്. 20 അമെൻമെന്റ്. 21 ടെമ്പററി ആൻഡ് ട്രാൻസിറ്റോറിയൽ പ്രൊവിഷൻസ്. ഓക്കെ, പിന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത് ഉറപ്പായിട്ടും പാർട്സ് ഓർത്തിരിക്കുക കേട്ടോ. ഉറപ്പായിട്ടും പാർട്സ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്റർ സ്റ്റേറ്റ് ക്വാറന്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്ട് അണ്ടർ ദ യൂണിയൻ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് ക്വാറന്റൈൻ അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യ? ഏതാണ്? റൈറ്റ് ടു പ്രൈവസി. ഇപ്പൊ നമ്മൾ കണ്ടതാണ് അല്ലെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 21. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എത്തിക്സ് കമ്മിറ്റി ഇൻ ദ ലോക്സഭ ആർ കറക്റ്റ്? എത്തിക്സ് കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ആണ്. ഇനീഷ്യലി ഇറ്റ് വാസ് ആൻ അഡ്ഹോക്ക് കമ്മിറ്റി ആയിരുന്നു. തുടക്കത്തിൽ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ആയിരുന്നു. പിന്നെ ദിസ് കമ്മിറ്റി കനോട്ട് ടേക്ക് അപ്പ് എനി മാറ്റർ വിച്ച് ഈസ് സബ് ജുഡീസ്. ഓക്കെ, 1ഉം 3ഉം ആണ് കറക്റ്റ്. ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നാരി ശക്തൻ വന്ദൻ അധിനിയം. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ച ഒരു സെക്ഷൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ സി. ദിസ് വിൽ ബി ഫോഴ്സ് ഫോർ 15 years ആഫ്റ്റർ ബിക്കമിങ് ആൻ ആക്ട്. 15 ആക്ട് ആയതിനു ശേഷം 15 വർഷത്തിന് ശേഷമാണ്. നമ്മൾ കണ്ടതാണ്. There are provision for the reservation of seat for scheduled caste women within the quota received for the scheduled caste. 2ഉം 3ഉം കറക്റ്റ് ആണ്. 18ാം ലോക്സഭ ഈ വർഷം തൊട്ട്, ഈ ഇപ്പൊ നിലവിൽ പോകുന്ന 18ാമത്തെ ലോക്സഭയാ. ഇത് തൊട്ട് ഇത് ഫോഴ്സിൽ വരുമോ? ഇല്ല. A writ of prohibition in an order issued by the Supreme Court or High Court. A writ of prohibition is an order issued by the Supreme Court or High Court too. എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീഡിങ്സ് ഇൻ എ കേസ്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2 ആണ് കറക്റ്റ്. എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് need not be so in another state. അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ പാർലമെന്റ്, ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. എ പെൻഡിംഗ് ബിൽ ഇൻ ദ ലോക്സഭ ലാപ്സസ് ഓൺ ഇറ്റ്സ് ഡിസൊല്യൂഷൻ. 1ഉം 2ഉം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചതാണ്. വിത്ത് റെഫറൻസ് ടു പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. പ്രൊറോഗേഷൻ ഓഫ് എ ഹൗസ് ഇസ് ജനറലി ഡൺ ആഫ്റ്റർ ദ ഹൗസ് ഇസ് അൺജേർഡ് സൈൻ ഡൈ. ഇതിന്റെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. അപ്പൊ 2ഉം 3ഉം ആണ്. അതൊക്കെ കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. കാരണം നമുക്കറിയാം UPSC ആണ്, അതുകൊണ്ട് കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പല ക്വസ്റ്റ്യൻസും PSC ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ പൊളിറ്റിയുടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ 1979 തൊട്ട് 2024 വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പൊളിറ്റിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഡെപ്തിലാണ്, ചില ക്വസ്റ്റ്യൻസിനൊക്കെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.